ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ UPSC ഹബ് കേരള. ആസ് യൂഷ്വൽ നമ്മൾ ഇന്നിവിടെ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 2 ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ആർ ന്യൂ പ്രൊവിഷൻസ് ഫോർ പോലീസ് ഓഫീസേഴ്സ്. ഓക്കെ, അപ്പം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇപ്പം അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള കുറച്ച് പോയിന്റ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു അഡീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം 4 ഹെഡിങ്സിൻ്റെ അണ്ടറിലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് FIR, പിന്നെ വീഡിയോഗ്രാഫി, പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ്, പിന്നെ ലാസ്റ്റത്തേത് നമ്മൾ ടൈം ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ FIR അതായത് കുറ്റകൃത്യം എവിടെ നടന്നോ റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ജൂറിസ്ഡിക്ഷൻ്റെ പ്രശ്നം ഒരിക്കലും FIR രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സമാവാൻ പാടില്ല. ഇത് തന്നെയാണ് സീറോ FIR എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റും പറയുന്നത്. ഓക്കെ, സോ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് സീറോ FIR. സോ ഇത് സെക്ഷൻ 173 അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, സെക്ഷൻ 173 ഓഫ് BNSS. സോ നെക്സ്റ്റ് വീഡിയോഗ്രാഫി. ഇവിടെ 3 സെക്ഷൻസ് ആണ് പറയുന്നത്. സെക്ഷൻ 185 വീഡിയോഗ്രാഫി ഡ്യൂറിങ് എ സെർച്ച് ഈസ് മാൻഡേറ്ററി. അതായത് ഒരു സെർച്ച് നടത്തുന്നുണ്ടെങ്കിൽ ആ സെർച്ചിൻ്റെ വീഡിയോഗ്രാഫി എടുത്തിരിക്കണം, അതായത് അത് വീഡിയോ ചെയ്തിരിക്കണം. 176 പറയുന്നത് സിമിലർ കേസ്, അതായത് ഒരു ക്രൈം സീനിൻ്റെ വീഡിയോ എടുക്കണം. പിന്നെ അടുത്ത് 105 അതായത് ഈ സെർച്ച് കണ്ടക്ട് ചെയ്യുന്ന മീൻസ് ആ പ്രോസസ്സും, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യണം. അതാണ് ഈ 3 സെക്ഷൻസ് പറയുന്നത്. 185, 176, 105. ഓക്കെ, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പം നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫ്രെയിം വർക്ക് അല്ല നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഫോളോ ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസും മറ്റും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ട്രെയിനിങ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ആപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സാക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. ഈ സാക്ഷ്യ, ഓക്കെ, ഈ ആപ്പിൻ്റെ പേരാണ് ഈ സാക്ഷ്യ ആപ്പ്. സോ ദിസ് ആപ്പ് അലൗസ് ക്യാപ്ചറിങ് ഓഫ് ഇമേജസ് ആൻഡ് വീഡിയോസ്. സോ ഈ ക്യാപ്ചർ ചെയ്ത ഇമേജസിൻ്റെയും വീഡിയോസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോ ടാഗ്ഡ് ആയിരിക്കും, ടൈം സ്റ്റാപ്ഡ് ആയിരിക്കും. ഓക്കെ, ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ വീഡിയോ എടുത്തതിൻ്റെയോ അല്ലെങ്കിൽ ഇമേജ് എടുത്തതിൻ്റെയോ ഉണ്ടല്ലോ ആ ഇമേജിലൊക്കെ ആയിട്ടോ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ നമ്മളിപ്പം ഈ സാക്ഷ്യ ആപ്പിലേക്ക് ഈ ഒരു ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഡാറ്റ ജുഡീഷ്യറിക്കും പിന്നെ പ്രോസിക്യൂഷനും മറ്റ് സൈബർ ഫോറൻസിക് എക്സ്പേർട്സിനൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്താ പറയുക, പാൻ ഇന്ത്യ നെറ്റ്വർക്ക് പോലെ മൊത്തത്തിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് അറസ്റ്റ് പ്രൊസീജിയറാണ്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 37 പോലീസ് ഓഫീസർ ഇൻ എവറി പോലീസ് സ്റ്റേഷൻ നോട്ട് ബിലോ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ടു ബി റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് പ്രോമിനൻ്റ്ലി ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻസ് അബൌട്ട് അറസ്റ്റഡ് പേഴ്സൺസ്. അതായത് അസിസ്റ്റന്റ് SI റാങ്ക് കുറയാത്ത ഒരാൾ ആ സ്റ്റേഷനിലെ ഇൻഫർമേഷൻസ്, അതായത് അവിടെ അറസ്റ്റ് ചെയ്ത ആളുടെ ഇൻഫർമേഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 37. നെക്സ്റ്റ് ആർട്ടിക്കിൾ അല്ലേ, സോറി, സെക്ഷൻ 37. ഓക്കെ, സെക്ഷൻ 35 ക്ലോസ് 7 പെർമിഷൻ ഓഫ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DYSP is mandatory for arresting a person charged with an offence punishable for imprisonment of less than 3 years if person is above 60 years and above. അപ്പം ഇത് കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 35 ക്ലോസ് 7. അതായത് ഇവിടെ എൽഡർലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ച് എക്സംഷൻസ് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള സെക്ഷനാണ്. അതായത് 60 വയസ്സിൽ കൂടുതലുള്ള ഒരാളെ ഇംപ്രിസൺ, അതായത് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, മാത്രമല്ല അയാൾ ചെയ്ത ക്രൈമിൻ്റെ പണിഷ്മെൻറ്റ് 3 വർഷത്തിൽ കുറവാണെങ്കിലും DYSPൻ്റെ റാങ്ക് കുറയാത്ത ഒരാളുടെ പെർമിഷൻ വേണം. ഓക്കെ, ഈ 2 കേസിൽ, ഒന്ന് 3 വർഷത്തിൽ കുറയാത്ത ഇംപ്രിസൺമെൻറ്റ് കുറയാത്ത ഒരു ഒഫൻസാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ ഈ പറഞ്ഞിട്ടുള്ള ആൾ പ്ലസ് ഈ പറഞ്ഞിട്ടുള്ള ആൾ 60 years ആൻഡ് എബോവ് ആണെങ്കിൽ DYSPയിൽ കുറയാത്ത ഒരാളുടെ അപ്രൂവൽ വേണം ആളെ അറസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഹാൻഡ് കഫ്സിൻ്റെ യൂസും ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ഹാൻഡ് കഫ്സ് അത്രയും എന്താ പറയുക, മീൻസ് അത്രയും ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രം യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കോഷ്യസ്ലി യൂസ് ചെയ്യണം, അതൊന്ന്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
പിന്നെ ഈ ക്രൈം ചെയ്ത ആള് അല്ലെങ്കിൽ സസ്പെക്റ്റ് എസ്കേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൺ കസ്റ്റഡിയിൽ ആരെങ്കിലും ഹറാസ് ചെയ്യാനോ ഉള്ള ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് കവ്സ് യൂസ് ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈം ലൈൻസ്. സെക്ഷൻ 184 clause 6 registered medical practitioner is mandated under the section to forward medical report to investigating officer within 7 days who shall forward it to the magistrate concerned. അതായത് ഇവിടെ മെഡിക്കൽ പ്രാക്ടീഷണറിന്, അതായത് ഡോക്ടറിന് കൊടുക്കുന്ന ഒരു മാൻഡേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അതായത് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് വിത്തിൻ 7 days ആ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, ഈ ഇൻവെസ്റ്റിംഗ് ഓഫീസർ അതാർക്ക് ഫോർവേഡ് ചെയ്യണം? മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യണം. ഓക്കെ, വേറൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് പോക്സോ കേസസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ 2 months കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഇൻഫർമേഷൻ, ഈ ഒഫൻസിൻ്റെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത് 2 months ആകുന്നതിൻ്റെ ആ ഒരു ടൈം ലൈനിനുള്ളിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 193 clause 3 subclause H requires investigation officer to maintain the sequence of custody of electronic devices. സോ ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ന്യൂ കൺസെപ്റ്റ് ആണ്. അതായത് നമുക്കറിയാം, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് സീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് എന്താ പറയുക, ടാമ്പറിങ് നടത്താൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനുള്ളൊരു സെക്ഷനാണിത്. സോ ഇങ്ങനെ ഒരു കൊണ്ടുവരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഇതിൻ്റെ സീക്വൻസും കസ്റ്റഡിയും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തന്നെ കൈകാര്യം ചെയ്യണം. ഓക്കെ, പ്ലസ് ഈ ഒരു സബ് ക്ലോസ് പറയുന്നതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോഗ്രസ് അതിൻ്റെ വിക്ടിമിനെ വിത്തിൻ 90 days ഇൻഫോം ചെയ്യണം. ഓക്കെ, അടുത്തൊരു സെക്ഷനാണ് 113 ഡിഫൈൻസ് ടെററിസ്റ്റ് ആക്ട്സ്. അതായത് ഫോർ ദ ഫസ്റ്റ് ടൈം സെക്ഷൻ 113 ടെററിസ്റ്റ് ആക്ട് എന്താണെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഓൾസോ അതായത് SP-ൻ്റെ റാങ്ക് കുറയാത്ത ഒരാൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ടിനെ ഈ സെക്ഷൻ അണ്ടറിലോ അല്ലെ UAPAൻ്റെ അണ്ടറിലോ കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഈ SP-ക്കാണ്, ഈ SP-ൻ്റെ പവർ കുറയാത്ത ഈ ഒരാൾക്കാണ് ഈ ഒരു പവർ ഉള്ളത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിനെ ഒന്നെങ്കിൽ ഈ സെക്ഷനിൽ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ UAPAൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ നമ്മളിവിടെ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ കുറച്ചും കൂടി ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആണ്, പ്രിലിംസ് ഓറിയൻറ്റഡ് ആണ്. ആക്ച്വലി ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഷോർട്ടാണ്. അതായത് വേൾഡ്സ് ഓൾഡസ്റ്റ് കേവ് പെയിൻറ്റിങ് ഇന്തോനേഷ്യയിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. സോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡായ സുലാവെസിയിൽ ഒരു കേവിൽ, ഓക്കെ, ആ കേവിൻ്റെ സീലിംഗ് പാർട്ടിൽ, സീലിംഗ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ആണ് അവിടെ മുകളിലുള്ളത്. അവിടെ നിന്ന് എന്താ പറയുക, ഒരു പെയിൻറ്റിങ് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചു. അപ്പം അതിൽ ഉണ്ടായിരുന്ന പിക്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഹ്യൂമൻ ഫിഗേഴ്സും പിന്നെ ഒരു പിഗിൻ്റെ ഫിഗറും ഉണ്ടായിരുന്നത്. അപ്പം ഈ സ്മോൾ ഹ്യൂമൻ ലൈക്ക് ഫിഗേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഷെയ്ഡ് ഓഫ് ഡാർക്ക് റെഡ് ആയിരുന്നു ഇവരുടെ കളർ. സിംഗിൾ ഷെയ്ഡാണ്, ഡാർക്ക് കളറാണ്. ഓക്കെ, അപ്പം ഈ റിസർച്ചേഴ്സ് എന്താ പറയുക, ഒരു ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്, അതായത് researchers used a laser to date a type of crystal called calcium carbonate that formed naturally on top of the painting. So ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ നമ്മൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ടൈം ലൈൻ കണ്ടുപിടിച്ചത്. സോ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഈ റിസർച്ച് മെത്തേഡ് നമുക്ക് ഇനി യൂസ് ചെയ്യാനാണ് ഇത് കണ്ടുപിടിച്ചവർ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.